നമസ്കാരം. വെക്കേഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഡെയിലി വേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്രയും ദിവസം ബിസി ആയിട്ട് പഠനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. അതുപോലെ തന്നെ വെക്കേഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുട്ടികളുടെ എക്സാം കഴിഞ്ഞിട്ട് പഠനത്തെ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അപ്പോൾ അങ്ങനെ വീട്ടമ്മമാരും അതുപോലെ തന്നെ ഡെയിലി വേജ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അധ്യാപകരും LP-UP പരീക്ഷയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. ഇനി നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 3 മാസമോ 4 മാസമോ ആയിരിക്കും മാക്സിമം നമുക്കിനി കിട്ടാനുള്ള സമയമെന്ന് പറയുന്നത്. ഈ 3-4 മാസം കൊണ്ട് നമുക്ക് തീർക്കേണ്ടത് ഒരു വലിയ ഭാഗമാണ്. സ്കൂൾ പാഠപുസ്തകം ഉൾപ്പെടെയുള്ള ഒരു വലിയ ഭാഗം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, തീർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് തീർക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളൊരു തുടക്കക്കാരെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. പക്ഷേ നിങ്ങളെക്കൊണ്ട് കഴിയില്ല എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങളെക്കൊണ്ട് കഴിയും. നിങ്ങൾ വീട്ടമ്മയായിക്കോട്ടെ, അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളൊരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തീർക്കാം. നമുക്ക് സ്കൂൾ പാഠപുസ്തകവും സിലബസും ഒപ്പം തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളുടെയൊക്കെ +2 ഡിഗ്രി ലെവൽ എക്സാമുകളുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഈ റീസെൻ്റ്ലി നടന്ന് കഴിഞ്ഞ എക്സാമുകളുടെ, അതായത് ഒരുപാട് പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ മാറി അല്ലേ, ആ ഒരു രീതിയെല്ലാം മാറി. ഇപ്പോൾ പുതിയ രീതിയിലുള്ള പരീക്ഷയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് പോകുന്നതിന് പകരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന +2 ഡിഗ്രി അതുപോലെ 10th ലെവൽ ആയിക്കോട്ടെ, അതിനകത്ത് വരുന്ന നമ്മളുടെ സിലബസിൽ പറയുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, വായിക്കണം. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം, വർക്കൗട്ട് ചെയ്ത് നോക്കണം, സ്കൂൾ പാഠപുസ്തകം പഠിച്ചു നോക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. പഠിക്കാൻ 1-2 ദിവസം നിങ്ങൾ എന്ത് ചെയ്യും, ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ബ്രേക്ക് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ചൂട് വരുന്നത് ഇതുപോലെ ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്ത് വിളിച്ചിട്ട് പഠനത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴോ ആയിരിക്കും. അതാണ് നമ്മളുടെ പ്രശ്നം. അതായത് പഠനത്തിൽ എന്ത് കിട്ടുന്നില്ല, ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. ഇടയിൽ അനാവശ്യമായിട്ടുള്ള ബ്രേക്കുകൾ വരുന്നു. അതാണ് നമ്മുടെ പ്രശ്നം. അതായത് ഈ ബ്രേക്കുകൾ എടുക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ തലച്ചോറിന് എന്തൊരു കാര്യം ചെയ്താലും അപ്പം തന്നെ എന്ത് വേണം, അതിനൊരു റിസൾട്ട് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആ റിസൾട്ടിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വർക്കൗട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇന്ന് വായിച്ച സാധനത്തിന് ഒരു റിസൾട്ട് കിട്ടിയാൽ മാത്രമേ നാളെയും അത് വായിക്കാൻ, ഒരു ട്രീറ്റ് കിട്ടിയാലേ അത് നാളെയും ചെയ്യാൻ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തെ സംഭവം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പഠിക്കുകയാണ് എന്നുള്ളതിന് ഉപരി നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇമോഷണൽ ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങൾ കൂടുതലും വീട്ടമ്മമാരുടെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്വയം അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നതിനേക്കാളും കൂടുതൽ അവർ സമയം ചെലവഴിക്കുന്നത്, അവർ സ്വന്തമായിട്ട് സമയം ചെലവഴിക്കുന്നതിനേക്കാളും അവർ മക്കളുടെ കാര്യമോ അല്ലെങ്കിൽ പാർട്ട്ണറുടെ കാര്യമോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കാര്യമോ അങ്ങനെ ആർക്കെങ്കിലും വേണ്ടിയായിരിക്കും അവർ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സ്വയം ടൈം സ്പെൻഡ് ചെയ്യാനാണ് അവർക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ അതായത് അതിൻ്റെ ഒരുപാട് ടയേർഡ് ആണെങ്കിലും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ജോലിക്കും പോയി അങ്ങനെയൊക്കെ വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പഠനം എന്ന് പറയുന്നത്. നിങ്ങളെ കൊണ്ട് കഴിയും. പക്ഷെ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ഗോൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാവുന്ന ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലേ, അതൊക്കെ നിങ്ങൾ ഒരു ഇമോഷണൽ ഗോളായിട്ട് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, മക്കൾക്ക് നല്ലൊരു അല്ലേ, അതുപോലെ തന്നെ നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് നല്ലൊരു റോള്. അപ്പോൾ അങ്ങനെയുള്ള ഇമോഷണൽ ഗോൾ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഒരു ബ്രേക്ക് ഇല്ലാതെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. എന്തും തുടങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മളൊരു വലിയൊരു കെട്ടിടത്തിൻ്റെ കേസ് എടുത്ത് നോക്കുക. ഒരു വലിയൊരു കെട്ടിടം, അതിലേക്ക് നമുക്ക് കയറി പോകണം, സ്റ്റെപ്പ് വഴി തന്നെ നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ആ സ്റ്റെപ്പിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാത്തത്രയും സ്റ്റെയേഴ്സ് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റെയർ കേസ് നമുക്ക് വിസിബിൾ ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഇത്രയും സ്റ്റെപ്സ് ഞാൻ കയറണോ, ഇത്രയും സ്റ്റെപ്സ് കഴിയുമോ എന്നായിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുക. അതിന് പകരം ആദ്യത്തെ സ്റ്റെപ്സ് എടുത്ത് നമ്മൾ അങ്ങനെ ചിന്തിച്ച് അവിടെ നിന്നാൽ അവിടെ നിൽക്കുകയുള്ളൂ. ഒരു സെൽഫ് ഡൗട്ട് അടിച്ചാൽ നമ്മൾ അവിടെ നിൽക്കുകയുള്ളൂ. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പുകളിൽ മാത്രമാണ്. ആദ്യത്തെ സ്റ്റെപ്പുകളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇനി ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ഫോക്കസ് ചെയ്യുക. അല്ലാതെ നമുക്കിതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീർക്കണം എന്ന് വിചാരിച്ചാൽ തീരില്ല. അതുപോലെ തന്നെ
നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം സെൽഫ് ഡൗട്ട് ഒഴിവാക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം, നമുക്കിപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്നെക്കൊണ്ട് കഴിയുമോ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ ആ ഒരു ചിന്ത മാറ്റിവെച്ച് നിങ്ങൾ വായിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഈ വെക്കേഷൻ അതിനുള്ള ഒരു നല്ല സമയമായിട്ട് കൂട്ടുക. വെക്കേഷനിൽ തീർച്ചയായിട്ടും ഒരുപാട് തടസ്സങ്ങളും ചിലപ്പോൾ നേരിടാൻ സാധ്യതയുണ്ട് അല്ലേ. മക്കളൊക്കെ സ്കൂളിൽ ഇല്ല, അവരൊക്കെ വീട്ടിലുള്ള സമയത്ത് കുറച്ച് കൂടുതൽ ചിലപ്പോൾ ജോലി ഭാരം ഉണ്ടാവാനും സാധ്യതയുള്ള ആളുകളുണ്ട്. അതല്ലാതെ വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ മക്കളെ എന്ത് ചെയ്യാം, പാരൻസിൻ്റെ വീട്ടിലേക്ക് അയക്കാം, എന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്തായാലും സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇനിയുള്ള സമയം വളരെ വിലപ്പെട്ടതാണ്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് സിലബസ് തീർത്ത് അല്ലേ അങ്ങനെ ഫുള്ളും പഠിച്ച് പരീക്ഷയ്ക്ക് പോവുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. മുഴുവനും പഠിച്ച് പരീക്ഷ എഴുതുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് കഴിയുന്ന ഭാഗങ്ങൾ, അതായത് സിലബസിൽ പറയുന്ന ഭാഗങ്ങൾ, പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷയിൽ വന്നിട്ടുള്ള ആ ഒരു ഏരിയാസിനെയൊക്കെ ഫോക്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന കാര്യം നമുക്ക് മുഴുവൻ തീർക്കുക എന്നതിലുപരി തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ തുടങ്ങിയാൽ മതി, തീർന്നോളും. ഓക്കെ, തുടങ്ങിയാൽ മതി, തീർന്നോളും. ഒറ്റ ദിവസം കൊണ്ട് എത്താൻ കഴിയില്ല. ഓക്കെ, ഒന്നും നമ്മുടെ ഈ ലോകത്തുള്ള ഒന്നും തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ഓക്കെ, അതിന് ഒരു സമയം വേണം. ആ സമയം നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കണം. സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. പറഞ്ഞതുപോലെ ഇമോഷണൽ ഗോൾ സെറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇമോഷണൽ ഗോൾ സെറ്റ് ചെയ്താൽ മാത്രമേ, ഇപ്പം നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലേ, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഫാമിലിക്ക് വേണ്ടിയിട്ട്, അതൊരു ഇമോഷണൽ മായിട്ട് കണക്ട് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്കത് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുന്നത്. എല്ലാ ദിവസവും അത് ചെയ്യാൻ കഴിയുന്നതിൻ്റെ കാരണം അതാണ്. നിങ്ങൾ ടയേർഡ് ആണെങ്കിലും ആ കാര്യം നിങ്ങൾ ചെയ്യുന്നതിൻ്റെ റീസൺ ഇമോഷനാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇമോഷണലി അതിനെ കണക്ട് ചെയ്താൽ മാത്രമേ, നമ്മുടെ പരീക്ഷയെ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പിടിച്ച് കയറാൻ എന്ത് ചെയ്യുള്ളൂ, ഒരു സപ്പോർട്ട് കിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ വെക്കേഷൻ നിങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കുക. നന്നായിട്ട് വിനിയോഗിച്ചാൽ വെക്കേഷൻ കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷയും നമ്മളോടൊപ്പം എത്തും അല്ലേ. സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന അതേ സമയത്ത് നമ്മൾ പരീക്ഷാ ഹാളിലേക്കായിരിക്കും പോവുക. അപ്പോൾ ഈ ഒരു സമയം നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. ഇനി അതല്ല, ഇപ്പോൾ ഒന്ന് ഉഴപ്പിക്കഴിഞ്ഞാൽ, ഓക്കെ, ഉഴപ്പാൻ ഒരുപാട് അവസരം നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന് ഉഴപ്പിക്കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മുടെ അടുത്ത പരീക്ഷ വരുന്നത് വരെയും, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് എത്തുന്നത് വരെ, സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയിലേക്ക് എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, റിഗ്രറ്റ് ചെയ്യും. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. അതിനുള്ളൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കോഴ്സിനകത്ത് LPUPയുടെ പെയ്ഡ് കോഴ്സിനകത്ത് ഒരുപാട് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ്, അതായത് റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നവർ, ഓക്കെ, RPF പോലുള്ള ഗ്രൂപ്പ് D പോലുള്ള ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന BEd TTC ഒക്കെ കഴിഞ്ഞിട്ടുള്ള അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് നമ്മുടെ കോഴ്സിനകത്തുണ്ട്. കേരള പോലീസ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ പല മേഖലകളിലായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും പറയുന്നൊരു കാര്യം, ഈ ജോലി കിട്ടിയപ്പോൾ ജോലിയുടെ പുറകെ മാത്രമായിപ്പോയി, ഞാൻ അത് കാരണം കഴിഞ്ഞ പരീക്ഷയും അതിന് മുമ്പത്തെ LPUP പരീക്ഷ ഒന്നും ഫോക്കസ് ചെയ്തില്ല, അതൊക്കെ ഞാൻ ഫോക്കസ് ചെയ്താണെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ ഇപ്പം റിഗ്രറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, അന്നത് ചെയ്യാത്തത്. അപ്പോൾ ഇപ്പം ചെയ്യേണ്ടത് ഇപ്പം തന്നെ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഓക്കെ, ഒരു നല്ല സമയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട. അങ്ങനെ നല്ല സമയം എന്ന് പറയുന്ന ഒരു സമയമില്ല. നമ്മൾ പ്രൊഡക്റ്റീവ് ആകുന്ന സമയമാണ് നല്ല സമയം. നമ്മളെ തന്നെ സംശയിച്ച്, സെൽഫ് ഡൗട്ട് അടിച്ച്, ഡിപ്രഷൻ അടിച്ച്, നമ്മളെ കൊണ്ടാവില്ല എന്ന് കരുതി മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അവനെ കൊണ്ടൊന്നും കഴിയില്ല, അവളെ കൊണ്ടൊന്നും കഴിയില്ല. അപ്പോൾ അത് അവർ പറഞ്ഞോട്ടെ, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഞാൻ ഈ പറഞ്ഞത്, വീട്ടിൽ നിന്ന് ഒരുപക്ഷെ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല, വീട്ടിൽ നിന്ന് സപ്പോർട്ട് കുറവായിരിക്കും, അതൊന്നും കണക്കാക്കണ്ട. നിങ്ങൾ വിജയിച്ചാൽ എല്ലാവരും നിങ്ങളെ അഭിനന്ദിക്കാൻ വരും അല്ലേ. എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഒരു മോട്ടിവേഷനായിട്ട് കുറച്ച് പേർക്കെങ്കിലും തീർച്ചയായിട്ടും കഴിയും. അതായത് കണക്ട് ചെയ്യാൻ കഴിയും. വീട്ടിലത്തെ കാര്യം, വീട്ടിലുള്ള സപ്പോർട്ട് കുറവ്, ഇതൊക്കെ കുറച്ച് പേർക്കെങ്കിലും കണക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം ഇതാണ്, കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ, നിങ്ങളെ കൊണ്ട് കഴിയുമോ എന്നുള്ളൊരു സെൽഫ് ഡൗട്ടാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ, ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കൂ.
എന്നിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ത് മാത്രമാണ്? നെക്സ്റ്റ് സ്റ്റെപ്പ്. അല്ലാതെ മുഴുവൻ എൻറ്റയർ സ്റ്റെയർ കേസിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, നോക്കേണ്ടതില്ല. മുഴുവൻ സ്റ്റെപ്സിനെയും നിങ്ങൾ നോക്കേണ്ടതില്ല. നിങ്ങളുടെ ഉയരം നിങ്ങൾ നോക്കേണ്ടതില്ല. ഓക്കെ, നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് പേടി വരുന്നത്. നമ്മൾ ഏറ്റവും അടുത്തുള്ള കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അത് മാത്രം ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഒറ്റ ദിവസത്തെ കാര്യമല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളൊരു 3 മാസം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് വിജയിക്കാം. സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിരിക്കണം. അതിൽ മാത്സിൻ്റെ ഭാഗം നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. കഴിഞ്ഞ UPക്ക് ഒരുപാട് പേരെ കുഴക്കിയത് അല്ലേ എന്ന് തന്നെയാണ് മാത്സിൻ്റെ ഭാഗത്ത് തന്നെ. അപ്പോൾ മാത്സൊക്കെ അന്ന് നന്നായിട്ട് അറിയുന്ന, സ്കൂൾ ടെക്സ്റ്റ് ബുക്കുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരുപാട് പേർക്ക്, അത്യാവശ്യം വായനയും സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് നന്നായിട്ട് അവരൊക്കെ ഇപ്പോൾ ജോലിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഇമോഷണൽ ഗോൾ വെച്ച് സെൽഫ് ഡൗട്ട് ഇല്ലാതെ നമ്മുടെ മുന്നിലുള്ള ആ ഭാഗത്തെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ആദ്യം എടുത്തോളുക, സിലബസ് എടുക്കുക, നോക്കുക, ഏറ്റവും ഈസി ആയിട്ടുള്ള ഭാഗം ആദ്യം പഠിച്ചു തുടങ്ങുക. ബാക്കിയൊക്കെ തന്നെ കഴിയും, കംപ്ലീറ്റ് ആവും, സമയം കിട്ടും. ഓക്കെ, അപ്പോൾ പഠിക്കുക, പഠിച്ചു തുടങ്ങുക. എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും PG3 അക്കാദമിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.